നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മോൻ മാധവൻ വിക്രമിനെ ഒരു മരുമോനായിട്ടല്ല കണ്ടിട്ടുള്ളത്, ആൺമക്കളിൽ ഒരാളായിട്ടാ. എന്നിട്ടാണോ ഇവിടെ നടന്ന കല്യാണ മഹാമഹം അളിയനോട് പറയാതിരുന്നത്? പ്രകാശേട്ടാ നിക്ക്. ആ നിങ്ങൾ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. സ്വന്തം വീട്ടിലേക്ക് വരാൻ മുൻകൂട്ടി അനുവാദം വാങ്ങണ്ടല്ലോ. ആ നിങ്ങൾ കേറിയിരിക്കേ, ഞാൻ പുറത്തു വിട്ടു. ഇപ്പൊ വരാം. അതെന്ത് പോക്ക, നിങ്ങളെ എല്ലാവരെയും കാണാൻ വേണ്ടിയല്ലേ ഞങ്ങൾ വന്നത്. എന്ത് തിരക്കുണ്ടെങ്കിലും കുറച്ച് സംസാരിച്ചിട്ട് പോവാം. അച്ഛാ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഇടപെടുന്ന ആളാണ് അളിയൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ മക്കളെക്കാൾ ഈ നിൽക്കുന്ന അച്ഛന് താങ്ങും തണലുമായ ആൾ. അതിനിപ്പോ എന്തു പറ്റി? എന്റെ മോൻ മാധവൻ വിക്രമിനെ ഒരു മരുമോനായിട്ടല്ല കണ്ടിട്ടുള്ളത്, ആൺമക്കളിൽ ഒരാളായിട്ടാ. എന്നിട്ടാണോ ഇവിടെ നടന്ന കല്യാണ മഹാമഹം അളിയനോട് പറയാതിരുന്നത്? വന്ദനയുടെ കഴുത്തിൽ അവളറിയാതെ താലി കെട്ടിയ ജഗനെ അച്ഛൻ മരുമകനായിട്ട് സ്വീകരിച്ചു. ഏത് ജഗൻ? ആ കുറുപ്പിന്റെ മകനോ? അതെ മോനെ, വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ. അച്ഛന്റെ മുമ്പിൽ അപ്പൊ അതേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വഴി. എല്ലാവരോടും ആലോചിച്ചൊരു തീരുമാനമെടുക്കാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല മോനെ. മോൻ അച്ഛനോട് ക്ഷമിക്കണം. അച്ഛന്റെ തീരുമാനം എന്താണെങ്കിലും അത് ശരി തന്നെയായിരിക്കും. എന്നും ആ തീരുമാനത്തിനൊപ്പമായിരിക്കും ഞാൻ. നീയാണടാ മോനെ ചന്ദ്രിക പ്രസവിച്ചില്ലെങ്കിലും മാധവന്റെ മോൻ. എന്റെ വർഷമോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയ പോലെ വന്ദന മോൾക്കും ദൈവം നല്ലൊരു ജീവിതം കൊടുത്തു മോനെ. മുത്തശ്ശി, എവിടെ കല്യാണ പെണ്ണ്? ഞാൻ കല്യാണ പെണ്ണിനെ ഒന്ന് കാണട്ടെ. അതിനെന്താ, അകത്തേക്ക് ചെല്ല്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്റെ മക്കളെ, മാധവൻ ഇപ്പോഴാ ഒരു സമാധാനമായത്. വാ മോനെ. ഇവരെ കൊണ്ട്
പക്ഷെ വിട് മോളെ. ആ കേക്കട്ടെ കല്യാണ വിശേഷങ്ങള്. അപ്പൊ മുത്തശ്ശി പറയുന്ന പഴഞ്ചൊല്ലുകളൊക്കെ സത്യമല്ലേ? അവസാനം മിണ്ടാപ്പൂച്ച കാലോടച്ചു. എന്തു പറ്റി ചേച്ചി? ചേച്ചിയുടെ മുഖത്ത് എന്താ ഒരു സന്തോഷമില്ലാത്തത്? കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നതിലുള്ള സങ്കടമാണോ? നാലാൾ അറിഞ്ഞ് കഴുത്തിൽ താലി കെട്ടുമ്പോഴാണ് കല്യാണം ആവുന്നത്. മോളെ, അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഒരു പെണ്ണിന്റെ കഴുത്തിൽ ഒരു പുരുഷൻ താലി കെട്ടിയ അത് കല്യാണം തന്നെയാ. കല്യാണമൊക്കെ ഒരു വിധിയാ മോളെ. മുകളിലിരിക്കുന്നവന്റെ തീരുമാനം ഉൾക്കൊണ്ടേ പറ്റൂ. കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്ന മോൾക്ക് പൊന്നും പണവും ഒന്നും തന്നു വിടാൻ അമ്മയുടെ കയ്യിലില്ലല്ലോ എന്ന സങ്കട. ഇത് മാധവേട്ടൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിത്തന്ന വളകളാ. ഇതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുതെന്ന് മാധവേട്ടനൊരു നിർബന്ധം ഉണ്ടായിരുന്നതുകൊണ്ട് അധികം പണയം വെച്ചിട്ടൊന്നുമില്ല. അമ്മയ്ക്ക് മോൾക്ക് തരാൻ ഇതേയുള്ളൂ. ഇത് മോള് നിരസിക്കരുത്. ഇതെന്റെ ആഗ്രഹവും അതിലുപരി അമ്മയുടെ അവകാശവുമാ. ഞാൻ സ്വർണം തന്ന ചേച്ചി സ്വീകരിക്കില്ലെന്നറിയാം. അതുകൊണ്ട് അമ്മ തരുന്നത് സ്വീകരിക്ക. കാണിക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.